ഇപ്പം നിങ്ങൾ ഈ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചിന്തിക്കുക, ഈ സക്രിയാസ് മാർ അപ്രയം പറഞ്ഞ പ്രസംഗം, ആ പ്രസംഗത്തിന്റെ വള്ളി പുള്ളി ഓരോ അക്ഷരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ശിക്ഷ വിധിക്കാൻ മാത്രമുള്ള എന്ത് കാര്യം അദ്ദേഹം പറഞ്ഞത് ദൈവരാജ്യ മൂല്യങ്ങൾ, യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ, സുവിശേഷത്തിന്റെ അന്തസത്ത, ഇതിനെ ഉൾക്കൊണ്ടുള്ള ഒരു ക്രിസ്തീയ പരിപ്രേക്ഷ്യമാണ് നമുക്ക് ആവശ്യമെന്നും അത്തരത്തിലുള്ള ഒരു ക്രിസ്തീയ ദർശനമാണ് നമ്മൾ രൂപാന്തരപ്പെടുത്തേണ്ടതെന്നും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ലോകവീക്ഷണമാണ് നമ്മൾ വെച്ചു പുലർത്തേണ്ടതെന്നും ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു മനോഭാവവും സമീപനവുമായിരിക്കണം നമ്മുടെ സഹോദരങ്ങളോടും പൊതുലോകത്തോടും നമ്മൾ വെച്ചു പുലർത്തേണ്ടതെന്നും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സാരം. ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞത് വിശുദ്ധ ഗ്രന്ഥത്തെ അല്ലെങ്കിൽ സുവിശേഷത്തെക്കാൾ വലിയ ഒരു അക്ഷര സംഹിതയുമില്ല. അവിടെ അദ്ദേഹം 934 ഭരണഘടനയെ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ 2017 കോടതി വിധിയെ ഇകഴ്ത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. എവിടെയാ പറഞ്ഞേ? ഞാൻ അപ്രയം സക്രിയാസ് മാർ അപ്രയമിൻ അങ്ങനെയൊന്നും കേട്ടില്ല. ഞാൻ വ്യാഖ്യാനിക്കുകയാണ് ഇത് അങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ ഈ അപ്രയം തിരുമേനി പറഞ്ഞത് 34 ഭരണഘടനയെ സംബന്ധിച്ചും 2017 കോടതി വിധിയെക്കുറിച്ചുമാണെന്ന് ആദ്യമായി പറഞ്ഞത് ഞാനാണ്. അതിനു മുമ്പ് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ വാക്കുകൾക്ക് വലയിറക്കി കഞ്ഞിക്കുഴിയിലെ ആലിബാബായും കൂട്ടരും. അത് വളരെ നന്നാണ്, നിങ്ങളങ്ങനെ മനസ്സിലാക്കുക. അപ്പം അല്ലാതെ അപ്രയം തിരുമേനി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ ഓർത്തഡോക്സിലെ വിശ്വാസികളും പ്രത്യേകിച്ച് അടൂര് കടമ്പനാട് ഭദ്രാസനത്തിലെ അച്ഛന്മാരും വിശ്വാസികളും നിങ്ങളുടെ തിരുമേനി അങ്ങനെ പറഞ്ഞോ? ഇല്ല, അങ്ങനെ തിരുമേനി പറഞ്ഞത് അങ്ങനെയാണെന്ന് ഞാനല്ലേ വ്യാഖ്യാനിച്ചത്. വേറെ ആരിലും വ്യാഖ്യാനിച്ച് തെളിവ് കൊണ്ടുവരോ? ഞാനാ വ്യാഖ്യാനിച്ചേ. ഞാൻ പറഞ്ഞത് ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, കണ്ടോ, ഇതുണ്ടോ? അപ്പോ അതെടുത്തു. പക്ഷെ അക്ഷരം പ്രതി അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും വേദപുസ്തകം അനുസരിച്ച്. അപ്പം വിശുദ്ധ മദ്ബഹായിൽ ഈ അടുത്ത കാലത്തായിട്ടാണ് കസേര ഇട്ടുവെച്ച് പ്രായമുള്ള മെത്രാച്ചന്മാരൊക്കെ ഇരിക്കുന്നത്. നേരത്തെ മദ്ബഹായിൽ ആർക്കും സീറ്റില്ല. മദ്ബഹായ്ക്കകത്ത് പീഠമുള്ളത്, ഇരിപ്പിടമുള്ളത് ഒരൊറ്റ സംഗതിക്കാണ്. അത് ഏവങ്കേലിയന് മാത്രം, ഏവങ്കേലിയൻ മേശ. അതെ, വേറെ ആർക്കും സീറ്റില്ല. അപ്പൊ ഏവങ്കേലിയന് മാത്രമാണ്. മെത്രാച്ചന്റെയോ കാതോലിക്ക ബാവായുടെയോ ഒക്കെ കൽപ്പന വായിക്കുമ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ചു പിടിച്ചാ വായിക്കുന്നേ. ഏവങ്കേലിയം വായിക്കുമ്പോൾ 2 മെഴുകുതിരി കത്തിച്ചു പിടിക്കും എന്ന് പറഞ്ഞാൽ ഇരട്ടി വെയിറ്റേജ് ആണ്. അപ്പൊ സുവിശേഷത്തിനാണ് പരമപ്രാധാന്യം. സുറിയാനി സഭയുടെ പാരമ്പര്യമനുസരിച്ചും ആചാരമനുഷ്ഠിച്ചും അനുഷ്ഠാനമനുസരിച്ചും ആരാധനക്രമം അനുസരിച്ചും ഏവങ്കേലിയോനത്തോളം പ്രാധാന്യമുള്ള മറ്റൊന്നുമില്ല. അതേ ഈ അപ്രയം തിരുമേനി പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ അബദ്ധം. അതായത് സുറിയാനി സഭയുടെ പാരമ്പര്യം എന്തോ, പൈതൃകം എന്തോ, അനുഷ്ഠാനം എന്തോ, പ്രാക്ടീസ് എന്തോ അത് അതേപടി പ്രസംഗിച്ചാണ്. അപ്രയം തിരുമേനി പറയാണ് ഈ സുവിശേഷത്തിനാണ് ഏറ്റവും പ്രാധാന്യം. അത് പറഞ്ഞതിന് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. കാരണം കാരണം നിങ്ങൾ ക്രിസ്ത്യാനികളല്ലെന്നും നിങ്ങൾ ക്രിസ്തീയ സഭയല്ലെന്നും നിങ്ങൾ ആലിബാബായുടെ 41 കള്ളന്മാരുടെ ഒരു കൂട്ടായ്മ മാത്രമാണെന്നും തെളിയിച്ചിരിക്കുന്നു. യു ആർ എക്സ്പോസ്ഡ്. അപ്പൊ അതിലെനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. കാര്യം ഈ തേങ്ങാമുറി ഒന്ന് പോയാലും വേണ്ടിയല്ല, പട്ടിയുടെ സ്വഭാവം മനസ്സിലായില്ലെന്ന് പണ്ടൊരു അമ്മച്ചി പറഞ്ഞ പോലെ അപ്രേമിന്റെ തല പോയാലും വേണ്ടിയല്ല ബലേബേഷ്, ഇവന്മാരുടെ സ്വഭാവം മനസ്സിലായല്ലോ. ഇവർ ക്രിസ്ത്യാനികളല്ലെന്നും ഇവർക്ക് ക്രിസ്തീയ സ്നേഹമില്ലെന്നും